നമസ്കാരം. 2026 ഏപ്രിൽ മാസം മുതൽ ഇന്ത്യൻ സാമ്പത്തിക മേഖലയിലും ബാങ്കിങ് ഇടപാടുകളിലും വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പിലാക്കാനായിട്ട് പോകുന്നത്. ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കള്ളപ്പണ ഇടപാടുകൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നതിനുമായിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഈ പരിഷ്കാരങ്ങൾ സാധാരണക്കാരെയും ബിസിനസ്സുകാരെയും ഒരുപോലെ ബാധിക്കുന്നവയാണ്. പണമിടപാടുകൾക്ക് കർശനമായിട്ടുള്ള പരിധികളും നിബന്ധനകളുമൊക്കെ തന്നെ ഏർപ്പെടുത്തുന്നതിലൂടെ ഓരോ രൂപയുടെയും കൈമാറ്റം സുതാര്യമാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഇൻകം ടാക്സ് നിയമങ്ങളിലെ പുതിയ ഭേദഗതികൾ പ്രകാരം ക്യാഷ് ട്രാൻസാക്ഷനുകളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും ഏതൊക്കെ തരത്തിലുള്ള പണമിടപാടുകളാണ് നമ്മൾ നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ നമുക്ക് വളരെ വിശദമായി തന്നെ പരിശോധിക്കാം. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റ് കാണുക. മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വലിയ പിഴകളിൽ നിന്നും നിയമക്കുരുക്കുകളിൽ നിന്നുമൊക്കെ തന്നെ നമ്മളെ സംരക്ഷിക്കാനായിട്ട് സഹായിക്കും. ഇതിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു സാമ്പത്തിക വർഷം ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാവുന്ന പണത്തിൻ്റെ പരിധിയെക്കുറിച്ചാണ്. പുതിയ നിയമപ്രകാരം ബാങ്ക് നിക്ഷേപങ്ങളെ പാൻ കാർഡ് ഉള്ളവരെന്നും പാൻ കാർഡ് ഇല്ലാത്തവരെന്നുമൊക്കെ തന്നെ രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. നിങ്ങളൊരു പാൻ കാർഡ് ഉടമയാണെങ്കിൽ ഒരു സേവിങ്സ് അക്കൗണ്ടിൽ ഒരു വർഷം നിക്ഷേപിക്കാവുന്ന പരമാവധി തുക 10 ലക്ഷം രൂപയാണ്. അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ട് ഉള്ളവർക്ക് ഈ പരിധി 50 ലക്ഷം രൂപയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. എന്നാൽ പാൻ കാർഡ് ഇല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ പരിധി വളരെ കുറവാണ്. 2026 ഏപ്രിൽ മുതൽ പാൻ കാർഡ് ഇല്ലാത്തവർക്ക് ഒരു വർഷം 5 ലക്ഷം രൂപയിൽ കൂടുതൽ നിക്ഷേപിക്കാനായിട്ട് സാധിക്കില്ല. ഈ പരിധി മറികടന്നാൽ ബാങ്കുകൾ നിർബന്ധമായിട്ടും ആ വിവരം നിങ്ങളുടെ ആധാർ നമ്പർ ഉപയോഗിച്ച് IT ഡിപ്പാർട്ട്മെൻറ്റിന് റിപ്പോർട്ട് ചെയ്യും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വകുപ്പിൽ നിന്നും നോട്ടീസുകൾ ലഭിക്കാനും നിങ്ങളുടെ വരുമാനത്തെക്കുറിച്ച് അന്വേഷണം വരാനും സാധ്യതയുണ്ട്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ SFT എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ബാങ്കുകൾ ഈ വിവരങ്ങളൊക്കെ തന്നെ നേരിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെർവറുകളിലേക്ക് കൈമാറുന്നു. പാൻ കാർഡ് ഇല്ലാത്ത സാഹചര്യത്തിൽ ആധാർ വിവരങ്ങളൊക്കെ തന്നെ വഴിയാണ് ഈ ട്രാക്കിംഗ് നടക്കുന്നത്. ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ IT ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത അഡ്രസ്സിലേക്കോ അല്ലെങ്കിൽ ഇമെയിൽ SMS എന്നിവ വഴിയോ നോട്ടീസുകൾ അയക്കുന്നതാണ്. ഈ നോട്ടീസിന് മറുപടി നൽകേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. പണത്തിൻ്റെ സ്രോതസ്സ് തെളിയിക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മൾ വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കായിരിക്കും കൂപ്പുകുത്തുക. അതിനാൽ തന്നെ ഉയർന്ന തുകകൾ കൈകാര്യം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള രേഖകൾ സൂക്ഷിക്കുകയും നിങ്ങളുടെ പാൻ കാർഡ് അത് അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. IT ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന പ്രധാന ചോദ്യം നിങ്ങളുടെ പണത്തിൻ്റെ സ്രോതസ്സ് അത് എവിടെ നിന്നാണ്, എന്താണ് എന്നതായിരിക്കും. കൃത്യമായ വരുമാന രേഖകളോ വസ്തു വിറ്റതിൻ്റെ ആധാരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമപരമായിട്ടുള്ള സ്രോതസ്സോ ഹാജരാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾ നൽകുന്ന വിശദീകരണം അത് തൃപ്തികരമല്ലെങ്കിൽ ആ പണത്തെ അൺഎക്സ്പ്ലെയിൻഡ് ക്യാഷ് അഥവാ സ്രോതസ്സ് വെളിപ്പെടുത്താത്ത ഒരു പണമായിട്ട് കണക്കാക്കും. ഇത്തരത്തിൽ കണ്ടെത്തുന്ന തുകയ്ക്ക് 60% ടാക്സും അതിൻ്റെ 25% സർചാർജും കൂടാതെ മറ്റ് സെസ്സുകളും ഉൾപ്പെടെ ഏകദേശം 84% വരെ തുക സർക്കാരിലേക്ക് പിഴയായിട്ട് ഒടുക്കേണ്ടി വരും. അതായത് 1 ലക്ഷം രൂപയ്ക്ക് സ്രോതസ് ഇല്ലെങ്കിൽ വെറും 16,000 രൂപ മാത്രമായിരിക്കും നിങ്ങളുടെ കയ്യിൽ അവശേഷിക്കുക. ഈ കനത്ത ആഘാതം ഒഴിവാക്കാൻ പണമിടപാടുകൾ എപ്പോഴും ബാങ്കിങ് ചാനലുകൾ കൃത്യമായിട്ടുള്ള ചാനലുകൾ വഴി തന്നെ നടത്താൻ പ്രത്യേകം ശ്രമിക്കുക. ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് പണം പിൻവലിക്കുന്നതിലെ നിയന്ത്രണങ്ങൾ. സെക്ഷൻ 194N പ്രകാരം ക്യാഷ് വിഡ്രോവലിന് TDS ബാധകമാണ്. നിങ്ങൾ കഴിഞ്ഞ 3 വർഷമായിട്ട് കൃത്യമായി ഇൻകം ടാക്സ് റിട്ടേൺ ITRF ഫയൽ ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഒരു വർഷം 20 ലക്ഷം രൂപയിൽ കൂടുതൽ പിൻവലിച്ചാൽ TDS ഈടാക്കി തുടങ്ങും. 5% തുക ടാക്സ് ആയിട്ട് ബാങ്ക് പിടിച്ചു വയ്ക്കും. എന്നാൽ നിങ്ങൾ കൃത്യമായിട്ട് ITR ഫയൽ ചെയ്യുന്ന ആളാണെങ്കിൽ 1 കോടി രൂപ വരെ TDS ഇല്ലാതെ പിൻവലിക്കാനായിട്ട് സാധിക്കും. 1 കോടിക്ക് മുകളിൽ 2% മാത്രമായിരിക്കും TDS. ഈ തുക നിങ്ങൾക്ക് പിന്നീട് ITR ഫയൽ ചെയ്യുമ്പോൾ തിരികെ ലഭിക്കുമെങ്കിലും വലിയൊരു തുക ടാക്സ് ആയിട്ട് മുൻകൂട്ടി നൽകേണ്ടി വരുന്നത് ലിക്വിഡിറ്റിയെ ബാധിക്കും. വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് സെക്ഷൻ 269 ST എന്ന വകുപ്പ്. ഈ നിയമപ്രകാരം ഒരു ബിസിനസ്സുകാരന് ഒരു വ്യക്തിയിൽ നിന്നും ഒരു ദിവസം 2 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ തുക ക്യാഷായിട്ട് സ്വീകരിക്കാൻ അനുവാദമില്ല. ഉദാഹരണത്തിന് ഒരാൾ നിങ്ങളിൽ നിന്നും 1 ലക്ഷം രൂപയുടെ സാധനങ്ങൾ വാങ്ങി 2 തവണയായിട്ട് അന്ന് തന്നെ ക്യാഷ് നൽകുകയാണെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ ഒറ്റയടിക്ക് 2 ലക്ഷമോ അതിൽ കൂടുതലോ ഒക്കെ തന്നെ ക്യാഷ് വാങ്ങിയാൽ ആ തുകയ്ക്ക് തുല്യമായിട്ടുള്ള തുക 100% പെനാൽറ്റി നിങ്ങൾ നൽകേണ്ടതായിട്ട് വരികയും ചെയ്യും. അതായത് 2 ലക്ഷം രൂപ ക്യാഷ് വാങ്ങിയാൽ 2 ലക്ഷം രൂപ തന്നെ ഗവൺമെൻറ്റിലേക്ക് പിഴ ഒടുക്കേണ്ടി വരുമെന്ന് അർത്ഥം. അതിനാൽ തന്നെ വലിയ വിലയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുമ്പോൾ പണം അത് ബാങ്കുകൾ വഴി മാത്രം സ്വീകരിക്കുക.
നമുക്കറിയാം റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ക്യാഷ് ഇടപാടുകളൊക്കെ തന്നെ നടക്കാറുള്ളത്. എന്നാൽ സെക്ഷൻ 269 SS പ്രകാരം ഒരു പ്രോപ്പർട്ടി വിൽക്കുമ്പോഴോ വാങ്ങുമ്പോഴോ 20,000 രൂപയിൽ കൂടുതൽ തുക ക്യാഷായിട്ട് കൈമാറാൻ പാടില്ല. അത് അഡ്വാൻസ് തുകയായാലും എഗ്രിമെൻ്റ് തുകയായാലും ശരി, അത് 20,000 രൂപ എന്ന പരിധി കഴിഞ്ഞാൽ അത് ബാങ്ക് വഴി, അതായത് ചെക്ക്, നെഫ്റ്റ്, UPI എന്നിവ വഴി മാത്രമേ നടത്താവൂ. ഈ നിയമം ലംഘിച്ചാൽ കൈമാറിയ തുകയുടെ 100% തുക പിഴയായിട്ട് ഈടാക്കും. ഉദാഹരണത്തിന് ഒരു വസ്തു വാങ്ങാൻ നിങ്ങൾ 5 ലക്ഷം രൂപ ക്യാഷായിട്ട് അഡ്വാൻസ് നൽകിയാൽ നിയമലംഘനം കണ്ടെത്തിയാൽ 5 ലക്ഷം രൂപ തന്നെ നിങ്ങൾ പിഴ കൊടുക്കേണ്ടതായിട്ട് വരും. വസ്തു ഇടപാട് റദ്ദാക്കി പണം തിരികെ നൽകുമ്പോഴും ഇതേ 20,000 രൂപ എന്ന പരിധി ബാധകമാണ്. ഇനി ബാങ്ക് ഇതര സ്ഥാപനങ്ങളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ലോൺ എടുക്കുമ്പോഴും നൽകുമ്പോഴും സൂക്ഷിക്കേണ്ടതുണ്ട്. സെക്ഷൻ 269 SS പ്രകാരം ലോൺ തുകയായിട്ട് 20,000 രൂപയ്ക്ക് മുകളിൽ ക്യാഷ് വാങ്ങുന്നതും നൽകുന്നതും കുറ്റകരമാണ്. അതുപോലെ തന്നെ ലോൺ തിരിച്ചടയ്ക്കുമ്പോഴും, അതായത് റീപേയ്മെൻറ്റ് സമയത്തും ഈ പരിധി ബാധകമാണ്. പലിശയും മുതലും ചേർന്ന് 20,000 രൂപ കടക്കുന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും ബാങ്കുകൾ വഴിയായിരിക്കണം നടക്കേണ്ടത്. പലപ്പോഴും കുടുംബാംഗങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിലോ ഇത്തരത്തിലുള്ള വലിയ തുകകളൊക്കെ കൈമാറുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഡിറ്റിങ്ങിലോ പരിശോധനകളിലോ ഇത് കണ്ടെത്തിയാൽ വാങ്ങിയ ആൾക്കും നൽകിയ ആൾക്കും തുല്യമായിട്ടുള്ള പിഴ ചുമത്താൻ നിയമം അനുവദിക്കുന്നുണ്ട്. ബിസിനസ്സുകാർക്ക് അവരുടെ ലാഭം കണക്കാക്കുമ്പോൾ ചിലവുകൾ, അതായത് എക്സ്പെൻസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. എന്നാൽ സെക്ഷൻ 40A(3) പ്രകാരം ഒരു വ്യക്തിക്ക് ഒരു ദിവസം 10,000 രൂപയിൽ കൂടുതൽ തുക ക്യാഷായിട്ട് നൽകിയാൽ അത് ചിലവായിട്ട് അംഗീകരിക്കില്ല. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു സപ്ലയർക്ക് 15,000 രൂപ ക്യാഷായി നൽകിയാൽ ആ തുക നിങ്ങളുടെ ലാഭത്തിൽ നിന്ന് കുറയ്ക്കാൻ പറ്റില്ല. ഫലത്തിൽ നിങ്ങളുടെ ബിസിനസ് ലാഭം കൂടുതലായിട്ട് കാണിക്കപ്പെടുകയും നിങ്ങൾ കൂടുതൽ തുക ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വരികയും ചെയ്യും. ട്രാൻസ്പോർട്ട് ബിസിനസ് നടത്തുന്നവർക്ക് ഈ പരിധി 35,000 രൂപയാണ്. അതിനാൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ പേയ്മെൻറ്റുകളും പരമാവധി ഡിജിറ്റൽ മോഡിലേക്ക് മാറ്റുന്നതാണ് ലാഭകരമെന്ന് പറയുന്നത്. ചുരുക്കത്തിൽ 2026 ഏപ്രിൽ മാസം മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ നിയമങ്ങൾ പണമിടപാടുകളെ കൂടുതൽ നിയന്ത്രിക്കാനായിട്ട് ഉദ്ദേശിച്ചുള്ളത് തന്നെയാണ്. സോ നിങ്ങളൊരു സാധാരണ ശമ്പളക്കാരനായിട്ടുള്ള വ്യക്തിയായാലും വൻകിട ബിസിനസ്സുകാരനായാലും ഈ പരിധികൾ വളരെ കൃത്യമായി മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ തന്നെ പ്രവർത്തിക്കുക. എല്ലാ പണമിടപാടുകൾക്കും കൃത്യമായിട്ടുള്ള രേഖകളും ബില്ലുകൾ സ്കാൻ ചെയ്താലും മതി. സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഫോളോ ചെയ്യുക.